തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായെന്ന് കരുതി ഫ്ലെക്സ് പ്രിന്റിംഗ് ജോലി ഉപേക്ഷിക്കാൻ എറണാകുളം രായമംഗലം സ്വദേശി KS രാജേഷിനാവില്ല. ജോലിയുടെ ഭാഗമായി ചിലപ്പോൾ എതിർ സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സുകളും തയ്യാറാക്കേണ്ടി വരും. പെരുമ്പാവൂർ രായമംഗലം ഗ്രാമപഞ്ചായത്തിലെ CPI സ്ഥാനാർത്ഥിയായ രാജേഷിന്റെ വിശേഷങ്ങളിലേക്ക്. തെരഞ്ഞെടുപ്പ് കാലമാണ്. മുഴുവൻ ഫ്ലെക്സുകൾ കൊണ്ടൊക്കെ നിറയുന്ന സമയമാണ്. ഈ സമയത്ത് സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സുകൾ അടിക്കുന്നതിന്റെ കൂടെ തന്നെ സ്വന്തം ഫ്ലെക്സ് അടിക്കുന്ന ഒരാളുണ്ട് ഇങ്ങ് പെരുമ്പാവൂര്. അത് മറ്റാരുമല്ല, എനിക്ക് പിന്നിൽ കാണുന്ന ഈ രാജേഷ് ഏട്ടനാണ് ആള്. കാര്യം എന്താണെന്നല്ലേ, ആൾ ഇത്തവണ LDFന്റെ സ്ഥാനാർത്ഥിയാണ്. പെരുമ്പാവൂർ മേഖലയിലെ സ്ഥാനാർത്ഥികൾ അവർ ഏതു മുന്നണിക്കാരുമാകട്ടെ, തെരഞ്ഞെടുപ്പ് കാലമായാൽ ആദ്യം എത്തുന്നത് രാജേഷിന്റെ അടുത്തേക്കാണ്. പെരുമ്പാവൂരിൽ ഫ്ലെക്സ് പ്രിന്റിംഗ് സ്ഥാപനം നടത്തുന്ന KS രാജേഷിന് ഇത്തവണ മറ്റൊരു നിയോഗം കൂടിയുണ്ട്. രായമംഗലം പഞ്ചായത്ത് 18-ാം വാർഡിലെ CPI സ്ഥാനാർത്ഥി. സ്വന്തം ഫ്ലെക്സുകൾക്കൊപ്പം എതിർ സ്ഥാനാർത്ഥികളുടെയും തയ്യാറാക്കുന്നതാണ് രാജേഷിന്റെ സ്ഥാപനത്തിലെ ഇപ്പോഴത്തെ കൗതുക കാഴ്ച. രാഷ്ട്രീയവും ജോലിയും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുമെന്ന് ചോദിച്ചാൽ രാജേഷ് പറയുന്നത് ഇങ്ങനെ: രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായും ബിസിനസ്സിനെ ബിസിനസ്സായുമാണ് ഞാൻ കാണുന്നത്. രാഷ്ട്രീയ രംഗത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയം മുതലേ തന്നെ കോളേജ് പഠിക്കുമ്പോൾ തന്നെ കാലടി ശ്രീശങ്കര കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. അതുകൂടാതെ തന്നെ AIYF രംഗത്തും പാർട്ടി രംഗത്തും സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. മറ്റ് സ്ഥാനാർത്ഥികൾക്കും പ്രിയം ഇവിടമാണ്. UDF സ്ഥാനാർത്ഥിയാണ്. കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ 5 വർഷമായിട്ട് ഇവിടെ തന്നെ വന്നത്. ഇപ്പോൾ 4th ടൈം നിൽക്കുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ വരുന്നു. ഫ്ലെക്സ് അടിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ. കോളേജ് കാലഘട്ടം മുതൽ സജീവ രാഷ്ട്രീയ പ്രവർത്തകനായ KS രാജേഷ് ഭാവിയിലും ജോലിയും രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടുപോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കൊച്ചിയിൽ നിന്നും മാഹിൻ ജാഫർക്കൊപ്പം അൻമരിയ സനി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.